അതിന്റെ കല്യാണമായി പെണ്ണിനെ കാണിച്ചു തരാം. നമ്മള് വണ്ടി കൊണ്ട് നമ്മുടെ അച്ഛണ്ണന്റെ അടുത്ത് വന്നിട്ടുണ്ട്. അച്ഛണ്ണൻ കേസ് അപ്പൊ നമുക്ക് ഈ അലോയ് ഊരിയിട്ട് നമുക്ക് നമ്മുടെ പുതിയ അലോയ് ഇടാം. ഹായ് ഗീസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. കേസ് അപ്പൊ ഇന്ന് രാവിലെ ഉറക്കം എണീറ്റിട്ടുണ്ട്. രാവിലെ എന്ന് പറയാൻ ഇപ്പോഴും ഇന്നും സമയം ഏകദേശം 10:54 ആയിട്ടുണ്ട്. 10 മണിയൊക്കെ ആയപ്പോൾ ഞാൻ എണീറ്റ് നേരെ നമ്മുടെ വീഡിയോ ഇവിടെ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഇട്ട്. കഴിഞ്ഞ ദിവസം ഞാൻ കിടന്നുറങ്ങിയപ്പോൾ ഏകദേശം 3:30-4 മണിയായി. വീഡിയോ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം എനിക്ക് ആ സമയത്തെ കിടന്നുറങ്ങാൻ പറ്റത്തുള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് വീണ്ടും ലേറ്റായി. എണീക്കാനും ഏകദേശം കുറച്ച് ലേറ്റായി. 10 മണിയായപ്പോൾ ഞാൻ എണീറ്റ ഉടനെ നേരെ വീഡിയോ എക്സ്പോർട്ടിനിട്ട വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാനും ഇട്ടിട്ടുണ്ട്. ഇന്ന് ഉമ്മ വീട്ടിലില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു തൊഴിലുറപ്പിന് പോകാൻ വേണ്ടിയിട്ടാണ് ഉമ്മ എടുത്തോണ്ട് വന്ന പാക്കെല്ലാം പെട്ടെന്ന് പൊളിച്ചു തീർത്തത്. അപ്പൊ എന്തായാലും ഉമ്മ ഇല്ല, വിളിച്ചുണർത്താനൊന്നും ആരുമില്ല. എണീറ്റ കാപ്പി കുടിക്കാനായിട്ട് കൂട്ടിനാരുമില്ല, എടുത്തു തരാൻ ആരുമില്ല, കഴിച്ചോന്ന് ചോദിക്കാൻ ആരുമില്ല. ഉമ്മ വൈകിട്ടാകുമ്പോ വരും, അതുവരെ ആരുമില്ല. കേസ് എന്തായാലും ഞാൻ അപ്പോഴത്തേക്ക് ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് വെറും ചായ ചൂടാക്കുന്നത് ഞാനാണ്, പിന്നെ കാപ്പി എടുത്ത് കുടിക്കുന്ന അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്നും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേസ്. അപ്പൊ എന്തായാലും ഞാൻ പോയി ഒന്ന് പല്ലൊക്കെ തേച്ച് ബാത്റൂമിലൊക്കെ പോയിട്ട് ഓടി വരാം. ഗേസ് അങ്ങനെ ഞാൻ ഇതാ പല്ലൊക്കെ തേച്ചിട്ട് വന്നിട്ടുണ്ട്. കാപ്പി എന്താണെന്ന് നോക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഉമ്മ ഇവിടെ ഇല്ലെന്ന്. ഞാൻ ഇവിടുന്ന് വ്ളോഗ് കട്ട് ചെയ്ത് 1 മിനിറ്റ് ആയപ്പോഴത്തേക്ക് ഉമ്മ വിളിച്ചിട്ട് ഇടയിൽ കഴിച്ചാ എണീറ്റെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ രാവിലെ ഉമ്മ കാപ്പി ഇങ്ങനെ ആക്കി വെച്ചിട്ടാണ് പോയത്. അല്ലെങ്കിൽ പോണെങ്കിൽ ഇങ്ങനെ തന്നെയാണ് വെച്ചിട്ട് പോണത്. കഴിക്കാനുള്ള സാധനങ്ങളെല്ലാം എന്താണെന്ന് നോക്കട്ടെ. ഇടിയപ്പം കേട്ടാ, ഇടിയപ്പവും അതുപോലെ കറി. എന്തൊരു കറിയാണെന്ന് നോക്കട്ടെ. ഗീസ് കടലക്കറിയാണ്. പിന്നെ കട്ടൻ ചായ ഫ്ലാസ്കിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊന്ന് എടുത്തിട്ട് പ്ലേറ്റിലോട്ടാക്കാം. ഗീസ് അപ്പോൾ എന്തായാലും നമ്മുടെ കാപ്പി എടുത്തോടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് TV ഒക്കെ കണ്ടിരുന്ന് കാപ്പി കുടിക്കാം. എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് TV ഒക്കെ കണ്ടുകൊണ്ട് കാപ്പി കുടിക്കുകയും ചോറ് തിന്നുകയും. പണ്ട് എന്ത് കഴിക്കണമെങ്കിലും TV ചുമ്മാ വെച്ച് TV വെച്ചാൽ മാത്രമേ ഫുഡ് കഴിക്കത്തുള്ളൂ. അങ്ങനെയായിരുന്നു. പിന്നെ എത്രയോ ഇപ്പം ഒരു 10ാം ക്ലാസ്സിന് മുമ്പൊക്കെയാണ് അങ്ങനത്തെ ആ ഒരു ശീലം ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ സ്വന്തം നമ്മുടെ വീട്ടിൽ TV വെച്ചിട്ട് ചോറ് തിന്നാനൊക്കെ പോണത്. അതേസമയം നമ്മുടെ വീഡിയോ ഇവിടെ അപ്ലോഡിങ് ആണ്. ഏകദേശം ഇനി 5 മിനിറ്റും കൂടി. അപ്പം നമ്മൾ കഴിച്ചിട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഏകദേശം അപ്ലോഡിങ് കഴിയും. അപ്ലോഡിങ് കഴിഞ്ഞാലും പിന്നെ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞൊരു 40 മിനിറ്റ് 50 മിനിറ്റ് ഒക്കെ എടുക്കും. അപ്പം നമുക്ക് എന്തായാലും ഫാനും ഇട്ട് അതുപോലെ തന്നെ നമ്മുടെ TV കാണാനായിട്ട് പുണ്യം തേടി കാശിക്ക് പോണ നമ്മ ഉലകത്തിലെ ഇങ്ങനെ ഇരുന്ന് നമുക്ക് TV കാണാം. കഴിഞ്ഞ വീഡിയോയുടെ തംബ്നെയിൽ എടുക്കാനായിട്ട് തംബ്നെയിൽ ഞാൻ എടുത്ത് ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ സ്റ്റാൻഡൊക്കെ അവിടെ വെച്ചിട്ട് ഞാൻ അവിടെ നിന്നാണ് ഞാൻ ഒരു ഫോട്ടോ എടുത്തത്. അപ്പോൾ എന്തായാലും അത് ജസ്റ്റ് ഞാൻ തംബ്നെയിൽ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. തംബ്നെയിൽ ചെയ്യാൻ നമുക്ക് വേറെ പയ്യുണ്ട്. എന്നാലും ജസ്റ്റ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. തംബ്നെയിൽ നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ട വീഡിയോയുടെ തംബ്നെയിൽ ഞാനാണ് എഡിറ്റ് ചെയ്തത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് നമുക്ക് AI വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം. റിയലിസ്റ്റിക് ഒരു മുട്ടായി തിന്നാൻ എടുത്താൽ ഓടി എവിടെ നിന്നെങ്കിലും വരും. അലിഞ്ഞോണ്ടല്ല, നല്ല മുട്ടായാണ് നിനക്ക് തന്നത്. ഗേസ് അപ്പം ഞാൻ വണ്ടിയുടെ അലോയ് മാറാന്ന് വിചാരിച്ചതാണ്. അപ്പം വണ്ടിക്ക് ഇനി ഇൻഷുറൻസും കൂടെ മാറാറുണ്ട്. അതായത് കളർ മാറ്റുമ്പോൾ ഇൻഷുറൻസിന്റെ കളറും കൂടെ മാറ്റണം, അല്ലെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് കിട്ടില്ല. ഇതുപോലൊരു അബദ്ധമാണ് എനിക്ക് വണ്ടി ആക്സിഡന്റ് ആയ സമയത്ത് പറ്റിയത്. വണ്ടി എൻ്റെ പേരിലോട്ടാക്കിയെങ്കിലും ഇൻഷുറൻസ് എൻ്റെ പേരിലോട്ടാക്കിയില്ല. അതുകൊണ്ട് എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഇനി അത് ആവർത്തിക്കാൻ പാടില്ല. അതുകൊണ്ട് അതുകൂടെ കഴിഞ്ഞിട്ട് അലോയ് കൊണ്ടിടാന്ന് വാപ്പ വിളിച്ച് പറഞ്ഞു. അങ്ങനെ ഞാൻ അച്ഛനൊക്കെ വിളിച്ച് ഞാൻ വരുന്നെന്ന് പറഞ്ഞതായിരുന്നു. ഇനി അച്ഛനെ വിളിച്ച് മാറ്റി പറയേണ്ടി വരും. നമ്മുടെ നാട്ടിൽ ഒരു 3 അച്ചുണ്ട് അല്ലേടാ. ഒന്ന് ഉപയോഗമില്ലാത്ത അച്ചു, പിന്നെ 2 പേര് ഉപയോഗമുള്ളവർ ആണ്. അവരെ കൂടെ പേര് കളയാനായിട്ട് ജനിച്ചവനാണ്. ഇവിടെ ഒരു ഉപയോഗം ഇല്ലാത്ത ആരാണെന്ന് ഞാൻ പറയണില്ല, നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ. വേറെ അച്ഛന് വരുന്നുണ്ടോ? ഇല്ല, 3 അച്ഛല്ലേ ഉള്ളു. ഇതോടുകൂടി തീരട്ടെ ചരിത്രങ്ങൾ, ഇതോടുകൂടി അവസാനിക്കട്ടെ. 2 ഉപയോഗമില്ലാത്ത സാധനങ്ങൾ ഇനി വരും. ഒന്ന് തക്കുടു, ഒന്ന് റിജാസ്. ഇവിടെ നാട്ടിലാകെ ഉപയോഗമുള്ള ഞാൻ മാത്രം അല്ലേ. ശല്യോ? വീട്ടിൽ അതാ വന്നിട്ടുണ്ട്. എടാ 3D ക്ലാസ് വെച്ച് നടക്കടാ. ഫുള്ള് 3D ആണത്. ഇന്നലെ മറ്റേ ഏറമ്മ കണ്ടോണ്ടിരുന്നപ്പോഴേ ഈ അടി ഞാൻ നോക്കിയപ്പോ ഒരുത്ത ഇങ്ങനെ വന്നിരിക്കുന്ന ഫ്രണ്ടിലോട്ട്. ഇപ്പൊ അടുത്ത് കാണാന്ന്. ചെറുക്കല്ലേ കാര്യം. റെക്കോർഡിനെ കണ്ടില്ല കേസ്. അപ്പൊ ഞാൻ എന്തായാലും ക്ലബിലോട്ട് പോയി. നിങ്ങൾ ചോറ് കഴിച്ചോ? ഞാൻ മാത്രം കഴിച്ചില്ല കേസ്. അപ്പൊ എന്തായാലും പിന്നെ കഴിക്കാം. നമുക്ക് എന്തായാലും ക്ലബിലോട്ട് പോയിട്ടില്ല. ക്ലബ്ബ് മൊത്തം എന്തോ പട്ടികളെ കൊണ്ട് നിറഞ്ഞു.
അവിടെ ഇവിടെ ഫുള്ള് ഇപ്പൊ പട്ടികളായി കേട്ടോ. പ്രണയം എന്തോ ഒരാള് കിടക്കുന്ന ഒരാൾ ഉമ്മ കൊടുത്തിട്ട് ഓടിപ്പോണതോ ചെയ്യുമെന്ന് പറ. മക്കളെയൊക്കെ വിളിച്ചോണ്ട് വീട്ടിൽ പോടെ അച്ചു. മക്കളെ മണ്ടാട്ടികളൊക്കെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോകും. കാറിലേ പോളാ. കേറ, അച്ചുവിന്റെ വീട്ടിൽ ആക്കി തരാം. ഓ വന്നു, അവൻ വന്നു. സോറി, അവനാണ് അവളാണ്? അവൻ വന്നു. വാടാ, വെള്ളം കുടിക്കാൻ പോ. വാ. ഏത് വെള്ളം വേണം? ഏത് കുടിക്കോ? എന്നാ കുറച്ച് ഓടാനുള്ള കുറ വിളിയില്ല, അവനെ വിളി. വേട്ടാവളിനെ വിളി. വല്ല പുള്ളിപ്പുലിയൊക്കെ വാ. അച്ഛൻ്റെ വെള്ളം മേടിച്ചു തരാന്ന്. ഈസ് നല്ല ചൂട്. അപ്പൊ പോയി ഒരു വെള്ളം കുടിച്ചിട്ട് വരാം. പൊളിക്കോ പൊളിക്കോ ഈസ്? അപ്പൊ നമ്മളെല്ലാരും ഇവിടെ വെള്ളം കുടിക്കാൻ വന്നിട്ടുണ്ട്. വെള്ളം കുടിച്ച് തീരുന്നവരെ വ്ളോഗ് ആയിരിക്കും. 3 ചായയും ഒരു വെള്ള സർബത്തും. ഇക്കച്ച് വന്നിട്ടുണ്ട്. മുണ്ടൊക്കെ എടുത്ത് എന്തേടേ ഇപ്പൊ ഫുള്ള് മുണ്ടിന്റെ കളിയാണല്ലോ. കൈലി അച്ചുവിടെ ചായ കുടിക്കണം. ഓക്കെ. ഇപ്പൊ ഒരു ഉള്ളിപ്പടിയും നാരങ്ങ. അപ്പൊ നമ്മുടെ വണ്ടിയുടെ പേപ്പറും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഇൻഷുറൻസിന്റെ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. അത് ഇൻഷുറൻസും കൂടെ പേര് മാറണം. അങ്ങനെ അതും മാറിയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി എന്തായാലും പോയി വണ്ടിയുടെ അലോയ് മാറാം. ഇതാണ് ഇപ്പൊ കിടക്കുന്ന അലോയ്. ഇനി കുറച്ച് വീണ്ടും ബാക്ക് ടു പവർ അല്ലേ? അതെ, ഈ അലോയ് ചേഞ്ച് ചെയ്യാനായിട്ട് പോവാണ്. അലോയ് ചേഞ്ച് ചെയ്താലേ ഒരു രസമുള്ളൂ. പക്ഷെ അലോയ് ചേഞ്ച് ചെയ്ത വെയിറ്റ് കയറുമ്പോഴത്തേക്ക് ടയർ പിടിക്കും. അത് നമുക്ക് എന്തെങ്കിലും വെച്ച് പൊക്കണം. ആദ്യം നമുക്ക് എന്തായാലും പോയി അലോയ് എടുത്ത് വീട്ടിൽ നിന്ന് അലോയ് എടുത്തിട്ട് അച്ചോണിന്റെ കടയിലോട്ട് പോവാം. കേസ് അപ്പോൾ നമ്മൾ അലോയും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. 2 ഫ്രണ്ടിലും 2 ബാക്കിലും ഇട്ട് വെച്ച്. ഇവിടെ 4 ഇരിക്കൂല കേട്ടോ, ചെറിയ ഇടിക്കുകയാണ്. ഇതുപോലും അടയില്ല. ഇത് ആരടാ ഇങ്ങനെ വെച്ചത്? എത്തോ എത്തിച്ചാ കൊള്ളാം. അതുകൊണ്ട് ഞാൻ അതില് വരട്ടാ. അപ്പൊ എന്തായാലും നമുക്ക് അച്ചോണ്ണന്റെ കടയിലോട്ട് പോവാം. നമ്മള് വണ്ടി കൊണ്ട് നമ്മുടെ അച്ചോണ്ണന്റെ അടുത്ത് വന്നിട്ടുണ്ട്. അച്ചോണ്ണൻ കേസ് അപ്പൊ നമുക്ക് ഈ അലോയ് ഊരിയിട്ട് നമുക്ക് നമ്മുടെ പുതിയ അലോയ് ഇടാം. അതെ കേസ് നമ്മുടെ അലോയൊക്കെ എടുത്ത് വെളിയിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടിയിൽ വീണ്ടും ബാക്ക് ടു പവർ. അതെ, നമ്മുടെ പഴയ ടയർ ഊരിയിട്ട് പുതിയ അലോയ് ഇടാം. നമ്മൾ ടയറൊക്കെ മാറിയിട്ടുണ്ട്. ഓക്കെ, ടാറ്റാ. അറിയാൻ പറ്റുമല്ലേ ഗേസ്? ഇവിടെ നമ്മള് വണ്ടി എടുത്തതിന്റെ കാര്യം വേറെ ഒന്നുമല്ല. എന്ന് ഞാൻ ഇതിലേ പോയാലും എന്തുകൊണ്ട് ഈ ഒരു പാറ ഉണ്ടല്ലേ, അതിന്റെ വണ്ടി ഇരിക്കുന്ന ആൾക്കാരിക്കുന്ന എന്ന് ഞാൻ അതിന്റെ വണ്ടി കയറണം എന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് കയറണം. ഒരു ദിവസം രാവിലെ വന്ന് കയറണം. ഞാൻ അമ്പുവിന്റെ അടുത്ത് പറഞ്ഞ് യാസിന്റെ അടുത്തും പറഞ്ഞ് നിങ്ങളുടെ അടുത്തൂടെ ഞാൻ പറയാണ് നമുക്കൊരു ദിവസം കയറണം. എന്ന് എതിരെ പോയാലും ഇതുവരെ ഇവിടെ കിടന്നിട്ട് ഈ പാറയുടെ തമ്പുരാട്ടി പാറയുടെ മണ്ടയിൽ കയറിയിട്ടില്ല. അപ്പൊ എന്തായാലും ഉടനെ കയറണം. ഒരു ദിവസം എന്തായാലും നമ്മൾ ഈ ഒരു പാറയുടെ മണ്ടയിൽ കയറും. കേസ് എന്ന് ഞാൻ എതിരെ പോയാലും ഈ പാറ നോക്കുകയും ചെയ്യും, കയറണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യും. നടന്നിട്ടില്ല. ഒരു ദിവസം കയറും. ഒരു ദിവസം അല്ല, ഉടനെ കയറും. യാസിനെ അതിന്റെ മണ്ട കയറണ്ടേ? നിന്റെ അടുത്ത് എത്ര തവണയാണ് പറയണത് കയറണം? 3ാമത്തെ തവണയാണ്. അച്ചു ഒരു ദിവസം അതിന്റെ വണ്ടിയിൽ ആളിരിക്കണ്. അതിന്റെ വണ്ടി 2-3 പേര് നിൽക്കുന്നു. ആൾക്കാരിക്കുന്നു. കേറിയേ പറ്റൂ. ഒരു ദിവസം വരണം. അടുത്ത ഞായറാഴ്ച. ഓക്കെ. ഏത് വഴി ആയാലും കുഴപ്പമില്ല, എന്റെ മണ്ടയിൽ എനിക്ക് കയറണം. അത്രേ ഉള്ളൂ. അപ്പൊ അടുത്ത ഞായറാഴ്ച, ഈ വരുന്ന ഞായറാഴ്ച. ഗേസ് അപ്പൊ നമ്മുടെ അലോയൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് വണ്ടി ലുക്ക് ആയത് കേട്ടാ. എന്തായാലും ഇനി നമുക്ക് ടയറൊക്കെ പഴയ ടയർ ഊരി വീട്ടിൽ വെക്കാം. ഊരിയല്ല, എടുത്ത് വീട്ടിലോട്ട് വെക്കാം. എടുത്താണ്. അങ്ങനെ ശ്രീകുട്ടൻ വന്നിട്ടുണ്ട്. ശ്രീകുട്ട എന്താണ് എക്സ്പീരിയൻസ്? അനക്ക വയ്യല്ലേ? ഫസ്റ്റ് ദിവസം ആവേണ്ടതാണ്. അതാണ്, എനിക്കത് മുമ്പേ അറിയായിരുന്നു. അതുകൊണ്ട് അധികം ഞാൻ ഇത് കൊടുത്തില്ല, സ്ട്രൈക്ക് കൊടുത്തില്ല ഒന്നിന്. എനിക്കറിയായിരുന്നു അധികം ഇതാക്കി കഴിഞ്ഞാൽ 2ാമത്തെ ദിവസം നല്ല തന്നെ ആയിരിക്കും. ഇനി കുഴപ്പമില്ല, ഒരാഴ്ച കഴിഞ്ഞാൽ ഇത് ഭയങ്കര പുഷ്പം പോലെ തോന്നും. പോണം. അതെ ശ്രീകുട്ട ഇപ്പൊ സമയം 4:30 കേട്ടോ. ഇവൻ ജോലിക്ക് പോയിട്ട് ചോറ് തിന്നാതെ വന്നു. അപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. ഞാൻ ചോറ് തിന്നില്ല. ഉമ്മ ജോലിക്ക് പോയിട്ട് 4 മണിയായപ്പോൾ വന്ന്. അപ്പൊ ഉമ്മാരെ വായിരിക്കണേക്ക് കേൾക്കേണ്ടി വരും. ഞാനും പോയി ചോറ് കഴിച്ചിട്ട് വരാം. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. ടയർ മാറിയില്ല. ടയർ മാറി, അലോയും മാറി. എങ്ങനെയുണ്ട്? ചോറ് തിന്നാ? ഉമ്മ ഇല്ലാത്തോണ്ട് ചോറ് തിന്നാൻ മറന്നുപോയി. എന്തൊരു ഉമ്മ ചോറിനെ ഒന്ന് വിളിക്കണ്ടേ? ഞാൻ ഉമ്മ ഇല്ലാത്ത ഓർമ്മയില്
ചോറിനെ സത്യം പറഞ്ഞാൽ അല്ലെങ്കിൽ ഉമ്മ ഇടയ്ക്കിടയ്ക്ക് ചോറിനട്ടാന്ന് ചോദിക്കും. ഞാൻ മറന്നുപോയി ചോറ് തിന്നണ കാര്യം വരെ. അതിന് വിശപ്പ് വരെ തോന്നുന്നില്ല. എന്ത് ചെയ്യുമെന്ന് പറ. നാളെ തൊട്ട് പോണ്ട. നിങ്ങൾ ജോലിയൊക്കെ ചെയ്ത് പൈസ ഒക്കെ ആയിട്ട് നമുക്ക് വീടൊക്കെ വെക്കണ്ടേ? പിന്നെ വെക്കണ്ടേ. അത് തന്നെ നിങ്ങൾ പണിയെടുത്തിട്ട് വേണം എനിക്ക് വീടൊക്കെ വെപ്പിക്കാൻ. അത്രേ ഉള്ളൂ. പണിയെടുത്തിട്ട് വെക്കാൻ പറ്റില്ല. ഇനി പറ്റൂ. Two years 2 വർഷത്തിനുള്ളില് കിട്ടുന്ന വീട് വെക്കും. വർഷത്തിനിടയിൽ നമ്മളെ ജീപ്പൊക്കെ കിട്ടില്ല. ജീപ്പുകളൊക്കെ അവിടെ 5-6 വണ്ടി വരയ്ക്കാനാ. വണ്ടികള് വരും. ഇത് ചോറ് വിശക്കുന്നു. ഞാനിപ്പോ ശ്രീകുട്ട തിന്നണ കണ്ടപ്പോഴാണ് ഞാൻ ഓർത്ത് ചോറ് തിന്നില്ലല്ലോ. എങ്ങനെ വീട്ടില് തള്ളയില്ലല്ലോ, ഒരു മൂത്ത മോൻ മാത്രം. ഈ രാവിലെ ആയിക്കഴിഞ്ഞാൽ 3 പേരും 3 വാക്കിന് പോകും. പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ. ഒരു ഏകാന്ത ജീവിതമുണ്ട്. ഞാൻ പെണ്ണ് കെട്ടാൻ പോകും. ഒറ്റയ്ക്കിരിക്കുന്ന വല്ല പെൺകുട്ടികളുണ്ടെങ്കിൽ പറയാൻ കെട്ടാം. ജോലി എടുക്കാനൊന്നും എനിക്ക് പറ്റൂല. ഗേസ് അപ്പം എന്തായാലും ഞാൻ കൈ കഴുകിയിട്ട് ഫുഡ് കഴിക്കട്ടെ. ഗേസ് അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗേസ് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ റിജാസ് വിളിച്ചിട്ട് ഇക്കിച്ചി വൈകുന്നേരം പോകുമ്പോൾ ജിമ്മിൽ പോകാൻ ഞാനും ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കെ വന്നാലും വന്നില്ലെങ്കിൽ ശരി ഞാൻ പോകും ഗേസ്. അതാണ് ഞാൻ ആ ഒറ്റ ഇതിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് വൈകിട്ട് പോകാനായിട്ട് ഞാനും ശ്രീകുട്ടനും നിതിനും റിജാസും ഉണ്ട്. കാശി സ്കൂളിൽ പോയേക്കാണ്. അവൻ ഡയറക്റ്റ് അവിടെ നിന്ന് വരാന്നാണ് പറഞ്ഞേക്കണേ. എന്തായാലും നോക്കാം. ഈ സമയം ഇപ്പോൾ ഏകദേശം 5 മണി 4:49. ചോറ്, മീൻകറി, മീൻ പൊരിച്ചത്, വിഴുക്ക് വരട്ടി, കിഴങ്ങ് കഴിച്ചിട്ട് വരാം. ഉമ്മതോ കട്ടൻ ചായ കുടിക്കുന്നു. അങ്ങനെ നമ്മൾ പോവാണ്. ടാറ്റാ ഗേസ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എല്ലാവർക്കും കൂടി ബൈക്ക് കയറാൻ പറ്റൂല കേട്ടോ ശ്രീകുട്ടാ. ഇനി ഞാനും നീയും കൂടെ ആകുമ്പോൾ തന്നെ ബൈക്ക് നിറയും. രാവിലെ പോയിട്ട് തക്കുടുവിന് വണ്ടി എടുത്തോണ്ട് പോവാം. അപ്പൊ ബൈ ഗേസ്. അപ്പൊ നമ്മള് വീണ്ടും ജിമ്മിൽ എത്തിയിട്ടുണ്ട്. ഓ ഇതുപോലെയൊക്കെ ആക്കണം. അത്രയും വേണ്ട കേട്ടാ. പിന്നെ വേറെ എവിടെയെങ്കിലും അല്ലെ നീ ചെയ്ത് കാണിച്ച്. ഇതാണ് ഉദ്ദേശിക്കണത്. അത് തന്നെ വീഡിയോ എടുത്തപ്പോൾ സെറ്റായി. അത് തന്നെ ഗേസ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ അംഗം അവസാനിച്ചിരിക്കുകയാണ്. പോയാ റിജാസ് ന്യൂ അഡ്മിഷനാണ്. അഡ്മിഷൻ എടുക്കാനായിട്ട് പോകണം. നമ്മുടെ ഒരു കൂട്ടുകാരനാണ് ഇന്ന് പറഞ്ഞു തന്നത്. അലോക് എന്നാണ് പേര്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഇവൻ്റെ ഒരു അഡ്മിഷനും എടുത്തിട്ട് ഇവൻ്റെ വെയിറ്റും തൂക്കമൊക്കെ നോക്കിയിട്ട് നമുക്ക് നേരെ പോവാം. എല്ലാം കഴിഞ്ഞപ്പോൾ 2 പേര് വരുന്നുണ്ട്. നീ നിങ്ങൾ കണ്ടില്ലേ? ഇത് ചെയ്യാൻ ഇവന്മാർക്ക് അഡ്മിഷൻ എടുത്തിട്ട് തക്കുടു ജിം ഗ്യാങ്ങിനെ തൊടുന്നു. നിങ്ങൾ 2 പേരേ ഉള്ളു. അപ്പൊ നമുക്കിനി നേരെ വീട്ടിലിടും. ഇതങ്ങനെ ജിമ്മിലൊക്കെ പോയിട്ട് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അമ്മ മനസ്സ് ഗേസ്. അപ്പം മുട്ടയൊക്കെ അവിച്ച് വെച്ചിട്ടുണ്ട്. എത്ര മുട്ടയമ്മ? 2 മുട്ട, 1 ഏത്തപ്പഴം. അപ്പൊ നമുക്ക് എന്തായാലും മുട്ടയൊക്കെ കഴിക്കാം. അത് 2 അല്ല ഇനിയും ഉണ്ടെന്ന്. എന്തായാലും കുരുമുളകാ അല്ല. ഓ എന്തിനാ ഇതൊക്കെ? ഇത്രയും വേണ്ട, അത്രയും നിന്നോണ്ട. അതിനകത്ത് കിടക്കട്ടെ. വാപ്പ കൂടെ ഉണ്ട് കേട്ടോ. വാപ്പ ഒന്ന് നേരത്തെ വന്നു. അപ്പൊ മുട്ട കഴിക്കാം. ഓക്കെ. നാളെ തൊട്ട് പോകുന്നതിന് മുമ്പും വേണം കേട്ടോ. ഒരു ട്രാ മുട്ട മേടിച്ച് വയ്ക്കാം. ഇന്നത്തെ എൻ്റെ ജിമ്മ് കഴിഞ്ഞുള്ള ഫുഡ്. ഈ താത്താരെ 2 മക്കൾ വന്നിട്ടുണ്ട്. നമ്മുടെ ടെഡിയായിട്ട് കളിക്കണം. ഇതിൻ്റെ ഒരു പേര് പറ. ഇതിനൊരു പേരിട്. ഒരു പേര് പറ. അവർക്ക് നാണമാണ്. ഇതിനൊരു പേര് ഫിക്സ് ആക്കിയിട്ടില്ല. നല്ലൊരു പേര് വേണം. കല്യാണമായി പെണ്ണിനെ കാണിച്ചു തരാമേ. എങ്ങനെയുണ്ട്?
കൊള്ളാം കേട്ടോ. പണ്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്യുമായിരുന്നു. ഇവളാണ് ഇവിടെ ഉമ്മേന്റെ കൊഞ്ചം. എന്താ ക്ലബിൽ പോയിട്ട് വന്നപ്പോതാ ഉമ്മയും വാപ്പയും കൂടെ ഇരുന്ന് വ്ളോഗ് കാണുന്നടേ. അങ്ങനെ ഇതാ കുറച്ച് അലുവ. വാപ്പ എങ്ങനെയുണ്ട്? ടി വി എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? എന്നാ ഇത്രയും വേണ്ട പാതി തിന്നാ അടിപൊളി ആണോ? ഇത്ര മതി. മധുരമൊന്നും അധികം കഴിച്ചുകൂടാ, ജിമ്മിലൊക്കെ പോണതാ. ഇനി പോയി കഴിഞ്ഞപ്പോ പിന്നെ ഫുഡെല്ലാം കിട്ടുന്ന ഫുഡാണ്. അർഷിന്റെ വക ഇതാ ബ്രോസ്റ്റഡ് മേടിച്ചോണ്ട് വന്ന്. അപ്പൊ നമുക്ക് എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. അത് മാത്രല്ല കേട്ടോ, കിഴങ്ങുണ്ട്, അതുപോലെ ചമ്മന്തിയും പിന്നെ പെപ്സിയും ഉണ്ട്, മുളകും ഉണ്ട്, ടി വിയും കാണുന്നുണ്ട്. ഗേസ് അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അടങ്ങിയിരി ഗീസ്. അപ്പൊ ഇവന്റെ പേരിടിയിൽ ചടങ്ങ് ഇതുവരെ ഒന്നും ആയിട്ടില്ല. അപ്പം ഇവന് കുറെ പേര് കമന്റ് ചെയ്തതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു 4-5 പേര് ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു വോട്ടിംഗ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം അതിലേത് പേരാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അവിടെ ആയിട്ട് വോട്ട് ചെയ്യുക ഗീസ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാറിന്റെ അലോയ് ഇട്ടപ്പോൾ ഇഷ്ടപ്പെട്ടോ ഇല്ലേ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടക്കാച്ച് വ്ളോഗായിട്ട് നാളെ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ഗീസ് ലെവൽ ടാറ്റാ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.